അങ്ങനെയിരിക്കെ ഒരു ദിവസം ഭയങ്കരമായ ഭൂമികുലുക്കം. നൈൽ നദി കരകവിഞ്ഞൊഴുകാൻ തുടങ്ങി. അങ്ങനെയൊരത്യാപത്ത് തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. അപകടങ്ങളും ആപത്തുകളുമൊക്കെ മറ്റുള്ളവർക്ക് എന്നാണല്ലോ നമ്മളൊക്കെ വിചാരിക്കാറ്. വെള്ളപ്പൊക്കത്തിൽ നഷ്ടപ്പെടുന്ന ഒലീവ് മരങ്ങളെക്കുറിച്ചായിരുന്നു അയൽക്കാർക്ക് വ്യസനം. മക്കളെങ്ങാനതിൽ ഒലിച്ചു പോയേക്കുമോ എന്നായിരുന്നു എൻ്റെ ഭാര്യയുടെ ആശങ്ക. സർവസ്വവും നഷ്ടപ്പെടാൻ പോകുന്നു എന്നായിരുന്നു എൻ്റെ ഭയം. ആ വെള്ളപ്പൊക്കത്തിൽ ഭൂമി മുഴുവൻ താറുമാറായി. വേറെ പണിയെന്തെങ്കിലും നോക്കാതെ ജീവിക്കാനാവില്ല എന്ന സ്ഥിതിയായി. അങ്ങനെയാണ് ഞാൻ ഒട്ടകക്കാരനായത്. ആ ദുരന്തത്തിൽ നിന്ന് ഒരു കാര്യം ഞാൻ പഠിച്ചു. അള്ളായുടെ തിരുവചനത്തിൻ്റെ പൊരുൾ: ഒരാളും ഭയപ്പെടേണ്ടതില്ല വിധിയെക്കുറിച്ചോർത്ത്. സ്വന്തം ലക്ഷ്യമെന്താണെന്ന് മനസ്സിലാക്കി ആ വഴി മുന്നോട്ടു പോകാനുള്ള കഴിവുണ്ടായിരുന്നാൽ മതി. നമുക്കൊക്കെ എപ്പോഴും പേടിയാണ്, സ്വന്തമെന്ന് കരുതുന്നതൊക്കെ കൈമോശം വന്നു പോയാലോ എന്ന്. ജീവൻ, സമ്പത്ത്, സന്താനങ്ങൾ. പക്ഷേ ഈ ഭയം വെറുതെയാണെന്ന് മനസ്സിലാക്കാൻ ഒന്നു മാത്രം ഓർത്താൽ മതി: ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്ന അതേ കൈകൾ തന്നെയാണ് നമ്മുടെ വിധിയും രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന്. വഴിയിൽ ഇടയ്ക്ക് മറ്റു യാത്രാസംഘങ്ങളെ അവർ കണ്ടുമുട്ടിയിരുന്നു. അവർക്കാവശ്യമുള്ളത് വല്ലതും ഈ ഭാഗത്ത് കാണും, ചിലപ്പോൾ മറിച്ചും. ശരിയാണ്, എല്ലാവരെയും എല്ലാറ്റിനെയും സൃഷ്ടിച്ചിരിക്കുന്നത് ഒരേ കൈകൾ തന്നെ. ഒരുമിച്ചിരുന്ന് തീ കായുമ്പോൾ ഒട്ടകക്കാർ പരസ്പരം വിശേഷങ്ങൾ കൈമാറും. മണൽക്കാറ്റിൻ്റെ ഗതിവിഗതികൾ, മരുഭൂമിയിലെ വാർത്തകൾ. പിന്നെ ചിലപ്പോൾ എങ്ങുനിന്നില്ലാതെ ബെഡോയിന്മാർ പ്രത്യക്ഷപ്പെടും, കറുത്ത കുപ്പായവും തൊപ്പിയും ധരിച്ച്, ശരീരവും തലയുമൊക്കെ മൂടി. കണ്ണുകളുടെ സ്ഥാനം മാത്രമേ തുറന്നിരിക്കൂ. മരുഭൂമിയിലെ വഴികളിൽ കാവൽ നിൽക്കുന്നവരാണവർ. ഒച്ച വയ്ക്കാതെ അരികിൽ വന്ന് കള്ളന്മാരെയും കൊള്ളക്കാരെയും കുറിച്ചുള്ള അപായ സൂചനകൾ നൽകി വന്ന പോലെ തന്നെ നിശബ്ദരായി അവർ മരുഭൂമിയിലെവിടെയോ പോയി മറയും. ഒരു രാത്രി അവനും ആ ഇംഗ്ലീഷുകാരനും വിശ്രമിച്ചു കൊണ്ടിരിക്കെ തീകുണ്ടത്തിനടുത്തേക്ക് ഒരൊട്ടകക്കാരൻ വന്നു. കേട്ടില്ലേ, മരുഭൂമിയിൽ യുദ്ധം നടക്കുന്നുണ്ടത്രേ. ഏതോ 2 ഗോത്രങ്ങൾ തമ്മിൽ. 3 പേരും ഒട്ടുനേരം മിണ്ടാതിരുന്നു. അന്തരീക്ഷത്തിൽ ആശങ്കയുടെ അദൃശ്യമായ അലകൾ. ആരും ഒന്നും പറഞ്ഞില്ലെങ്കിലും അരികിലെവിടെയോ ഒരത്യാപത്തിൻ്റെ സാന്നിധ്യം അവന് തോന്നി. ഇതാണ് പ്രകൃതിയുടെ ഭാഷ. ഇതിൽ വാക്കുകൾക്ക് പ്രസക്തിയില്ല. നമ്മുടെ ജീവനും അപകടത്തിലാണോ? ഇംഗ്ലീഷുകാരന് പരിഭ്രമം ഒതുക്കാനായില്ല. ഒരിക്കൽ മരുഭൂമിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോകുന്ന പ്രശ്നമില്ല. മുൻപോട്ട് പോയേ മതിയാകൂ, ഒട്ടകക്കാരൻ പറഞ്ഞുകൊടുത്തു. അതുകൊണ്ട് തുടർന്നുള്ള യാത്ര എങ്ങനെ പൂർത്തിയാക്കാം എന്നതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ അവിടുന്ന് നിശ്ചയിച്ചുകൊള്ളും. ആപത്തുകളും അപകടങ്ങളുമൊക്കെ ഒക്കെ മക്തൂബ്, സ്വന്തം വിധി എന്ന് കണക്കാക്കിയാൽ മതി. അയാൾ പറഞ്ഞു നിർത്തി. അയാൾ പോയിക്കഴിഞ്ഞപ്പോൾ അവൻ ഇംഗ്ലീഷുകാരനെ സമാധാനിപ്പിച്ചു. പരിഭ്രമിക്കാനൊന്നുമില്ല. ഒരുപക്ഷെ വഴി കുറച്ച് വളഞ്ഞു പോകേണ്ടി വരുമായിരിക്കും. എന്നാലും എത്തേണ്ടിടത്ത് എത്തിച്ചേരാതിരിക്കയില്ല. യാത്രയിൽ ഇനി കൂടുതൽ ജാഗ്രത പുലർത്തണം. അതിനുള്ള അയാളുടെ പ്രതികരണം മറ്റൊരു മട്ടിലായിരുന്നു. ലോകത്തെപ്പറ്റി നീയും കൂടുതൽ വായിച്ചു മനസ്സിലാക്കണം. ഈ യാത്ര പോലെ തന്നെയാണ് പുസ്തകങ്ങളും. കൂടുതൽ കൂടുതൽ അറിവ് പകർന്നു തരും. മനുഷ്യരും മൃഗങ്ങളുമടങ്ങുന്ന ആ വലിയ യാത്രാസംഘം കുറെ കൂടി വേഗത്തിലാക്കി. സാധാരണയായി പകലൊക്കെ ഏതാണ്ട് നിശബ്ദത തന്നെയാണ്. അവരവരുടെ പാടും നോക്കി വഴിയിൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് അധികമൊന്നും മിണ്ടാതെ പറയാതെയുമുള്ള യാത്ര. എന്നാൽ രാത്രിയിലെ മട്ടൊന്ന് വേറെയാണ്. തീ കാഞ്ഞ് യാത്രക്കാരെല്ലാം അവിടവിടെ കൂട്ടം കൂടും. ഈയിടെയായി ഏതാണ്ട് ആ പതിവിലും നിലച്ച മട്ടാണ്.